സർ, കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കള്ളുചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന ബഹു അംഗത്തിൻ്റെ ആവശ്യം ഏറ്റവും ന്യായയുക്തമാണ്. 1967 നിലവിൽ വന്ന കേരളത്തിലെ കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഈ ക്ഷേമനിധി ബോർഡിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിലിപ്പോൾ 13,859 ചെത്ത് തൊഴിലാളികളും 5,836 വിൽപ്പന തൊഴിലാളികളുമാണുള്ളത്. ഷാപ്പുകളുടെ എണ്ണം കണക്കിലെടുത്താൽ 138 എക്സൈസ് റേഞ്ചുകളിൽ 914 ഗ്രൂപ്പുകളിൽ 5,171 കള്ള് ഷാപ്പുകളാണുള്ളത്. 2023 മാർച്ച് 31 ആരംഭിച്ച വിൽപ്പന പ്രകാരം ഇതിൻ്റെ ലൈസൻസ് 3 വർഷത്തേക്കാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അത് 2026 മാർച്ച് 31 ലൈസൻസ് കാലാവധി അവസാനിച്ചെങ്കിലും 1 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. മുൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2027 മാർച്ച് 31 വരെയാണ് നിലവിലുള്ള കള്ള് ഷാപ്പുകളുടെ ലൈസൻസ്. ഇതിൽ ഈ 5,171 കള്ള് ഷാപ്പുകളിൽ നിലവിലുള്ള കണക്ക് പ്രകാരം 4,467 കള്ള് ഷാപ്പുകളാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. അതിൽ 704 എണ്ണം നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അതിൽ തന്നെ നിയമ നടപടികൾ നിലനിൽക്കുന്ന ഷാപ്പുകളുടെ എണ്ണം ഒഴിവാക്കിയാൽ 421 എണ്ണം ഈ പ്രവർത്തിക്കാത്ത ഷാപ്പുകളിൽ എലിജിബിളാണ്. ഇതാണ് നിലവിലെ ഈ ഷാപ്പ് വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം. ഇതിൽ നിലവിൽ കള്ള് ഷാപ്പുകളുടെ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ പുതുതായി തൊഴിലാളികൾ ഇതിലേക്ക് കടന്നു വരുന്നില്ല. ഒന്ന്, വരുമാനത്തിൻ്റെ കുറവാണ്. 2, ഇതിലെ ഒരു ശാരീരിക അധ്വാനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതോടൊപ്പം മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. 1967 കള്ളുചെത്ത് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ രൂപീകരണത്തിന് ശേഷം 2021 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കേരള കള്ള് വ്യവസായ വികസന ബോർഡ് ആക്ട് 2021 പ്രകാരം നിലവിൽ വന്ന കള്ള് വ്യവസായ വികസന ബോർഡ്, ടോഡി ബോർഡ് 2024 നിലവിൽ വന്നു. ഈ 2024 നിലവിൽ വന്ന ഈ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ ശുദ്ധമായ കള്ള് കേരളത്തിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നിലവിൽ നമ്മൾ കാണുന്നൊരു ഗുരുതരമായ ഒരു പ്രതിസന്ധി എന്നത് ഇത് ചെത്തിലൂടെ വൃക്ഷങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന കള്ളിൻ്റെ അളവും നിലവിൽ ഷാപ്പുകളിൽ വിതരണം ചെയ്യുന്ന കള്ളിൻ്റെ അളവും തമ്മിൽ ആനുപാതികമായി വലിയ വ്യത്യാസമുണ്ട് എന്നൊരു ആശങ്ക നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാജ കള്ള് ലഭ്യമാകുന്നു, അത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ഒക്കെ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കള്ള് വ്യവസായത്തിൽ ഈ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. ശുദ്ധമായ കള്ളാണോ ലഭിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം നിലവിലുണ്ട് സർ. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ ശുദ്ധി എന്നൊരു സമഗ്ര പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അത് ഈ ഉൽപ്പന്നങ്ങൾ കള്ള് എന്ന് പറയുന്ന ശുദ്ധമായ കള്ള് കൊടുക്കുക എന്നത് മാത്രമല്ല ഇത് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമലംഘനങ്ങൾ കണ്ടെത്തുക എന്നത് മാത്രം ഒതുങ്ങുന്നില്ല. കള്ള് മേഖലയെ സമഗ്രമായി പരിഷ്കരിച്ച് തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ശുദ്ധമായ കള്ള് ലഭ്യമാക്കുകയും കള്ള് വ്യവസായത്തിൽ സുതാര്യതയും വിശ്വാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ ഓപ്പറേഷൻ ശുദ്ധിയുടെ ലക്ഷ്യം. ജൂൺ മാസം 3-ാം തീയതി തുടങ്ങിയിരിക്കുന്ന ഓപ്പറേഷൻ ശുദ്ധി പദ്ധതി ഭാഗമായി ഇതിനകം തന്നെ 2,470 ഷാപ്പുകളിൽ പരിശോധന നടത്തി 1,457 കള്ള് സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ച് കെമിക്കൽ ലാബുകളിലേക്ക് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സമഗ്രമായ പദ്ധതിക്കുള്ള ശ്രമം നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത ഉറപ്പുവരുത്തുക. നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ശുദ്ധമായ കള്ളിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ, ഈ ഈൽഡ് നൽകുന്ന പുതിയ ഇനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിഗണനയിലുണ്ട്. ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം പരിമിതമായ കാലമേ ആയിട്ടുള്ളൂ. ഈ സർക്കാരിൻ്റെ മദ്യനയം നിലവിൽ വന്നിട്ടില്ല. സമഗ്രമായി ഈ മദ്യനയം നിലവിൽ വരുന്നത് ഈ മേഖലയിലുള്ള തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ ഷാപ്പുടമകൾ, സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകൾ എല്ലാവരുമായും ചർച്ച ചെയ്ത് സമഗ്രമായ ഒരു മദ്യനയം നിലവിൽ വരുന്നതോടെ നിലവിൽ രൂപീകരിക്കപ്പെട്ട ടോഡി ബോർഡിനെയും ചെത്തുതൊഴിലാളി ബോർഡിൻ്റെയും ഒക്കെ തന്നെ ലക്ഷ്യങ്ങളെ മുൻനിർത്തി സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായമായ ഈ ഒരു മേഖല ഏകദേശം നിലവിൽ തന്നെ 20,000-ൽ പരം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഈ ഒരു മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് ഉറപ്പു നൽകുന്നു.